ആരാണ് സലഫ്? എന്താണ് സലഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് മൻഹജ് എന്ന് പറഞ്ഞാൽ? മൻഹജ് ഭാഷയിൽ അത്വരീഖുൽ വാളിഹ, വ്യക്തമായ വഴി എന്നാണ് മൻഹജിനെ കുറിച്ച് പറയുക. അതേപോലെ രണ്ടാമത്തെ പദം സലഫ് എന്നാണ്. സലഫ് എന്ന് പറഞ്ഞാൽ മുൻകടന്ന ആളുകൾ എന്നുള്ളതാണ്. ഇവിടെ നാം മുൻകഴിഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹം, 100 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു കൂട്ടമോ ഒരു സംഘമോ ഒരു കൂട്ടായ്മയോ അല്ല. അതിനപ്പുറം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സംഘമുണ്ട്. അൽ ഖുറൂനുൽ മുഫദ്ദല, ശ്രേഷ്ഠമായ ഒരു സമൂഹം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾക്ക് മുമ്പിൽ ആയത്ത് ഹദീസ് ഒക്കെ ഉണ്ടാകുമ്പോ എങ്ങനെ ഇത് മനസ്സിലാക്കണം? ചെറിയൊരു ഉദാഹരണം. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വരാൻ. ഒരു അറബി അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വന്ന് ബോർഡിൽ ഒരു വര വരക്കാൻ. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്ക് അവർക്കറിയാം, ഒരു അറബി അധ്യാപകൻ ഒരു ബോർഡിൽ ഒരു വര വരച്ച അതിന്റെ ഉദ്ദേശം അലിഫ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ആ വിദ്യാർത്ഥികൾ ബോർഡ് നോക്കി പറയാണ്, ഇത് മാത്സിന്റെ അധ്യാപകൻ, കണക്ക് അധ്യാപകൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ശേഷം വന്നുകൊണ്ട് പറയാണ്, അല്ല ഇത് ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ഐ പഠിപ്പിക്കാൻ വേണ്ടി വരച്ചവരാണ്. മൂന്നാളും സംസാരിക്കുന്നത് ഒരു വരയെ കുറിച്ചാണ്. ഇതിനാര് പറഞ്ഞതായിരിക്കും ശരിയായ വഴി, ശരിയായ വ്യാഖ്യാനം? ഈ 3 കൂട്ടം ആളുകളിൽ ആര് പറഞ്ഞതായിരിക്കും ഇതിന്റെ ശരിയായ വ്യാഖ്യാനം? 3 കൂട്ടർ ആളുകൾ കാണുന്നത് ബോർഡിൽ ഒരു വര വരച്ച. ഒന്നാമത്തെ കൂട്ടര് അവരുണ്ടാകുന്ന സദസ്സിലേക്കാണ് അധ്യാപകൻ വരുന്നത്. അവർക്ക് അധ്യാപകൻ, അറബി അധ്യാപകൻ അലിഫ് വരച്ചത് അലിഫാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം വന്ന് അവർ അധ്യാപനെ കണ്ടിട്ടില്ല, അവർ വന്നിട്ട് ഒരു വര മാത്രം കാണുന്നുണ്ട്. അവർക്ക് തോന്നണ ഇത് എന്തായാലും മാത്സിൽ ഒന്ന് എഴുതിയതാണ്. മറ്റൊരു കൂട്ടർ വന്നിട്ട് ഇത് ഐ ആണ്. 3 കൂട്ടരും കാണുന്നത് ഒരു ഐ അല്ലെങ്കിൽ ഒരു വരയാണ് എങ്കിൽ ഒരു ബുദ്ധിയുള്ള, ഒരു വേഗമുള്ള ആളുകൾ ഏത് ഉൾക്കൊള്ളും? അധ്യാപകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആ സദസ്സിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം. പരിശുദ്ധ ഖുർആനും ഇറങ്ങിയത് ഏതൊരു സമൂഹത്തിലേക്കാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനാണ് ആ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ആയത്ത് കിട്ടിയാൽ അതിന്റെ ശരിയായ വ്യാഖ്യാനം അറിയുക ആ ഒരു കൂട്ടർക്കാണ്. ശേഷം വരുന്ന ആളുകൾ ഇതിപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, അല്ല കൂട്ടരെ, പ്രവാചകൻ നേരിട്ട് പഠിച്ച ഒരു സമൂഹം അവിടെ ഇല്ലേ? അവരെന്താണ് അതിന്ന് മനസ്സിലാക്കിയത്? അതല്ലേ ശരിയായ വ്യാഖ്യാനം. ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് നേരിട്ട് പഠിച്ച, റസൂലിന് നേരിട്ട് കേട്ട ആളുകൾ ഉണ്ടല്ലോ, അവരെന്താ ഹദീസ് എന്ന് മനസ്സിലാക്കിയത്? അതല്ലേ അതിന്റെ ശരിയായ വ്യാഖ്യാനം. അതല്ലേ ശരിയാവുക. അത് മാത്രമേ ശരിയാവുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാൻ. അതാണ് സലഫുകൾ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബത്ത് പഠിച്ച താബിഈങ്ങളും ശേഷം പഠിച്ച തബഉ താബിഈങ്ങളും, ഈ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം, പരിശുദ്ധ കലാം, ഖുർആൻ കേട്ടാൽ, ഹദീസുകൾ അവരെങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കൽ, ആ ഫഹ്മ്, ആ മനസ്സിലാക്കലിലൂടെ ദീന് പഠിക്കലാണ് നാം പറയുന്ന സലഫും മൻഹജു സലഫും. അത് മാത്രമേ ശരിയാവുള്ളൂ. ഇന്ന് പല ആളുകളും അവർക്ക് വേണ്ടതിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുക്കുക, അവർക്ക് വേണ്ട പോലെ വ്യാഖ്യാനിക്കുക. സിഹറിനെ നിഷേധിക്കാനുള്ള ആളുകളും ഈ ആയത്ത് ആരാണ് കേട്ടത്? റസൂലിന്റെ സ്വഹാബത്താണ് ഈ ആയത്ത് കേട്ടതും പഠിച്ചതും. അവരെന്താ ആയത്ത് നിന്ന് മനസ്സിലാക്കിയത്? ചില ആളുകൾ നബിദിനം കഴിക്കാൻ വേണ്ടി ആയത്തോതാണ്, പരിശുദ്ധ ഖുർആൻ ആയത്തോതാണ്. ഈ കേട്ട സ്വഹാബത്ത് അവിടെ ഉണ്ടായിട്ടില്ലേ? ആ ആയത്തിൽ നിന്ന് അവർ നബിദിനം കഴിക്കാനുള്ള തെളിവ് കണ്ടെത്തിയോ? ആയത്ത് കേട്ടിട്ടും അവരൊരു ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബിദിനം ആഘോഷിക്കാൻ അവർ നേതൃത്വം നൽകിയോ? അവർക്കെന്താ പ്രവാചകനോട് സ്നേഹം ഉണ്ടായില്ലേ? അവർക്കെന്ത് ആയത്ത് തിരിഞ്ഞില്ലേ? അവർക്കെന്തേ ഈ പ്രവാചകനോടുള്ള മഹബത്തും ഒന്നും ഉണ്ടാവാത്ത കൂട്ടരാണോ? അത്ര വ്യക്തമാണ്. ഒരു ആയത്തുണ്ടെങ്കിൽ, ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി ആ ഫഹ്മിൽ നിൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലൂടെ മാത്രമേ വിജയിക്കുകയുള്ളൂ.
ഫീ ഫഹ്മി വതത്ബീഖിൽ ഇസ്ലാം. ഇസ്ലാം മനസ്സിലാക്കാനും പ്രായോഗികവൽക്കരിക്കാനും അവര് മനസ്സിലാക്കിയ ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. ഏതാണ് ആ കൂട്ടർ? അള്ളാഹു പറഞ്ഞതുപോലെ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു തൃപ്തിപ്പെട്ട കൂട്ടർ, പടച്ച റബ്ബിന്റെ തൃപ്തി ലഭിച്ചു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത കൂട്ടർ, സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സ്വർഗപ്രവേശനത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകൾ, അവർ ഏതൊരു വഴിയിലാണോ ആ സ്വർഗം നേടിയെടുത്തത്, ആ വഴിയിലൂടെ മാത്രമേ നമ്മൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ മുഹാജിരിങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ വചനം, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. പടച്ച റബ്ബിന്റെ തൃപ്തിയും പ്രതീക്ഷയോടുകൂടി സ്വന്തം വീടും നാടും കുടുംബവും വിട്ടെറിഞ്ഞു പോയ മുഹാജിരീങ്ങളായ ആളുകൾ, അവരെ സ്വീകരിച്ച വല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജ്റ വന്ന ആ മുഹാജിരീങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അവർക്കെല്ലാം പകുത്തു നൽകുകയും ചെയ്ത ആ ഒരു അൻസ്വാരികൾ, മുഹാജിറുകളും അൻസ്വാരികളും അവരിന് ശേഷം വന്ന മുഅ്മിനീങ്ങളായ സ്വഹാബത്തിന്റെയും പടച്ച റബ്ബിന്റെ തൃപ്തി ലഭിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ട ആ ആളുകളുടെ വഴിയാണ് പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കേണ്ടത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന് പടച്ച റബ്ബ് സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആ ഉത്തമമായ സമൂഹം, ആ സമൂഹത്തിന്റെ വിശ്വാസത്തിലേക്ക്, അഖീദയിലേക്ക്, ആ മൻഹജിലേക്ക് ആണ് നാം പോവേണ്ടത്. അവർ വിശ്വസിച്ചത് വിശ്വസിക്കാൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബർസഖിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, മഹ്ശറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, സിറാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതിപ്പോ നമ്മളെ ബുദ്ധിക്കും ഇന്നത്തെ കാലത്ത് ഇതിപ്പോ എങ്ങനെ പറയാ, ഇതിപ്പോ എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കുക? ഒരു ഗൈബിയായിട്ടുള്ള കാര്യം, ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യം അവരിലേക്ക് റസൂല് പകർന്നു കൊടുത്തപ്പോ അവർ ഏത് രീതിയിലാണ് ഇതിനെ ഉൾക്കൊണ്ടത്, അവരേതൊരു രീതിയിലാണ് അതിനെ സ്വീകരിച്ചത്? സമിഅനാ വഅതഅന, കേട്ടു വിശ്വസിച്ചു. അള്ളാഹുവിന്റെ നുസൂല്, അള്ളാഹുവിന്റെ വജ്ഹ്, പടച്ച റബ്ബിന്റെ വജ്ഹിനെ കുറിച്ച് പറയുന്നത് ഏത് രൂപത്തിലാണോ പറഞ്ഞത് അപ്രകാരം വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് പറയുമ്പോൾ ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്, സ്വഹാബത്തിന് റസൂൽ ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത്, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അൽ ഇസ്തിവാ മഅലൂം, അറിയപ്പെട്ടതാണ്. വകൈഫിയത്തു മജ്ഹൂൽ, അതെങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിൽ വിശ്വസിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അതിനെക്കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ അത് ബിദ്അത്തുമാണ് എന്ന് മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവിടെ നിൽക്കുക. ഈമാനികമായ കാര്യങ്ങൾ ഏത് രൂപത്തിലാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവർ സ്വീകരിച്ചു, അവിടെ നമ്മൾ നിൽക്കുക. ഏത് രൂപത്തിലാണോ അവർ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കുന്നതിൽ നിൽക്കാനും, അവർ ഏത് ദീനാണോ അവർ സ്വീകരിച്ചത്, ഏതൊരു വിശ്വാസമാണോ അവർ ഉൾക്കൊണ്ടത്, ഏത് രൂപത്തിലാണോ അവരുടെ കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, നോൻപുകൾ, ഇബാദത്തുകൾ, സുന്നത്തുകൾ ഏതൊരു രൂപത്തിലാണോ ആ സ്വഹാബത്ത് ചെയ്തത്, അവർ മനസ്സിലാക്കിയത്, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ സംസ്കാരം, അവരുടെ സ്വഭാവ മര്യാദകൾ, അതും ഈ സുന്നത്തിന്റെ ഭാഗമാണ്. ഇതും സലഫിയത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും അവിടെ എത്തുമ്പോ മാത്രം ഒക്കെ നിസ്കാരം, അഖീദന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം ഒക്കെയാണ്. അതിനപ്പുറം അതിനോടൊപ്പം അവരുടെ സ്വഭാവ മര്യാദകളും, മുഹാജിറുകളുടെ സ്വഭാവം, അൻസ്വാറുകളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതികൾ, അതും കൂടി ഈ സലഫിയത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായി റബീഉൽ അവ്വൽ 12 വരുമ്പോ അവരെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അവർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് അവർ അതിൽ നിന്ന് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് കണ്ടെത്തിയോ? റമദാൻ 27 വരുമ്പോ അവർ പള്ളിയിലേക്കാണോ അല്ല പാടത്തേക്ക് സ്വലാത്ത് മജ്ലിസുമായിട്ടാണോ പോയത്? നമ്മൾ ആലോചിക്കുക, പരിശോധിക്കുക. അവര് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന വിഷയം, കുതുബിയത്തും റാത്തീബുകളും മൗലൂദും നമ്മൾ പരിശോധിക്കുക. നമ്മള് അള്ളാഹു ഗ്യാരണ്ടി ചെയ്ത ഒരു സമൂഹം അവിടെ ഉണ്ട്. അവര് സ്വീകരിച്ച രീതി ഈ കാര്യങ്ങളിലൊക്കെ അവര് ചെയ്തിട്ടുണ്ടോ? അവര് പിൻപറ്റിയിട്ടുണ്ടോ? അവർ ആചരിച്ചിട്ടുണ്ടോ? റമദാൻ 27-ന് അവർ ഏത് മൈതാനത്തായിരുന്നു, ഏത് സ്വലാത്ത് മജ്ലിസിലായിരുന്നു? നമ്മൾ പരിശോധിക്കുക. അവർ ചെയ്തിട്ടുണ്ടോ? നമ്മൾക്കും ചെയ്യാം. അവരിൽ നിന്ന് അങ്ങനെ ഒരു മാതൃകയില്ലേ? ഇല്ല. എങ്കിൽ എന്താണ് അവരുടെ മാതൃക? പള്ളിയിൽ വന്ന് ഇഅ്തികാഫിലായിരുന്നു അവരെങ്കിൽ ആ സുന്നത്തിനെ
വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിക്കുക ആ സുന്നത്തിനെ. അവിടെയായിരിക്കും പ്രിയപ്പെട്ടവരെ വിജയിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.